എന്നാലും വസന്തി കുതിര ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്തിനാണെന്ന് ഒരു പിടിയൂലല്ലോ. വസന്തിന് അശ്വമേധം നടത്താനായിരിക്കും ചിലപ്പം. KCS പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞാൽ വേറെ പണിയൊന്നുമില്ലല്ലോ. സ്വന്തമായിട്ട് കോട്ടൊക്കെ ഉള്ളതാ. ഫോമയിൽ എങ്ങാനും ട്രൈ ചെയ്യാനായിരിക്കും. എന്നാലും കുതിര കമ്മിറ്റി ഓഫീസില് എന്തൊരു നാറ്റം. ഒരു കുതിരവാല് കിട്ടിയെങ്കിൽ നമ്മുടെ പ്രസിഡന്റിന്റെ മുഖത്ത് അരിമ്പാറയെങ്കിലും എടുത്ത് കളയായിരുന്നു. അതിന് കുതിരവാല് മൊത്തം വേണോ? ഒരു രോമം കിട്ടിയാ പോരെ? ആ സുരേഷേ, ഇനി ഫിനാലെയാണ്. അവർ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. അരുടെ വാസുവേ, നമ്മളെ മറക്കല്ലേ. കിത്തും കിത്തും ഓടിച്ചല്ലേ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഗ്രാമോത്സവത്തിനിടയിൽ ഒത്തിരി പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ കമ്മിറ്റി ഓഫീസും ഇതുപോലുള്ള 2-3 പേരെ പിടിച്ചിരുത്തിയത്. എന്നിട്ടും ഇങ്ങനെയൊക്കെ ആയി. ഈ സംഭവം കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നുണ്ട്, ഞങ്ങളെ അങ്ങ് വെറുതെ വിട്ടാൽ നിൽക്കുന്ന ആ കുതിരയെ കണ്ടു, അതിന്റെ പുറത്ത് അങ്ങ് മെക്കിട്ട് കയറി. നന്ദി. കിട്ടിയല്ല ചാക്കണക്കിന് നന്ദി. ഇവന്മാരുടെ നന്ദിക്ക് ഇത്ര കാരണം ഉണ്ടെന്ന് ഇപ്പളാ മനസ്സിലായത്. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഒരു കണക്കിന് വസന്തിന്റെ മെക്കിട്ട് കയറിനേക്കാളും നല്ലത് ഈ കുതിരയുടെ മെക്കിട്ട് എങ്ങനെ കയറാം. എവിടേക്കാ എന്നിട്ട് വേണം കുതിരയെ ഓടിച്ചാവാൻ. പക്ഷേ ഒരു ഫിനാലെ കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ കുതിരയെ കമ്മിറ്റി ഓഫീസ് കിട്ടും. നമുക്ക് സ്ഥലം വിടാന്നേ. ശരിയാ. ഇനി ഈ പണിക്ക് പറയൂലല്ലോ. വിട്ട് കള മാഷന്മാരെ, ഇതൊക്കെ വെറും നാടകമായിരുന്നില്ലേ? വെറും തമാശ, വെറും നമ്പര്. ഇതെന്താണ് ഇത്? നിങ്ങൾ ആകെ മൊത്തം കുതിര നോക്കിയ പോലെ ഉണ്ടല്ലോ. ഈ പണിയുടെ ടെൻഷൻ നമ്മളായിട്ട് എത്രയെങ്കിലും ഒന്ന് പിടിച്ചു തന്നാൽ. അതെ അതെ, ഇവിടെ വെച്ച് പരിപാടി തീർന്ന് നന്നായി. ഇല്ലെങ്കിൽ സെൻസറിന്റെ കത്രിക പലയിടത്തും കിടന്ന് കറങ്ങിയാനെ. എല്ലാം അറിയാണ്. നിങ്ങളോടല്ലോ പ്രത്യേകം നന്ദി പറയണേ. ഇനി അത് വേണ്ട. ഇപ്പോഴാ കരളിന് എന്താ പറയാ ഒരു കുളിര് തോന്നിയത്. ശരിയാ, പരിപാടി തുടങ്ങിയേക്കാം. സുരേഷേ, ഹലോ പാട്ടെ. ഓക്കെ. അപ്പോ നമ്മൾ